നിനക്ക് സ്പേസ് വേണമെന്നല്ലേ, നിനക്ക് മാത്രമാണല്ലോ സ്പേസ് വേണ്ടത്. അപ്പൊ ഞാൻ ആരാന്ന് കൂടി നീ ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക്? നീ ഇങ്ങനെ സൈലന്റ് ആയിട്ട് പോവാ, നീ നേരത്തോടെ പോയി കിടന്ന് ഉറങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എനിക്ക് കിട്ടുന്ന ഫീൽ എന്താന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സൈലന്റ് ട്രീറ്റ്മെന്റ് മിക്ക റിലേഷൻഷിപ്പിലും എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും അത്. നിങ്ങൾ നല്ല മുട്ടനടിയായിട്ടുണ്ടാവും, എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലുകൂടി, എന്തെങ്കിലും മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഡയലോഗൊക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ നിങ്ങളോട് ഒന്നും മിണ്ടാണ്ടിരിക്കുക, സൈലന്റ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അടി ഉണ്ടല്ലോ, വല്ലാത്ത അടിയായിരിക്കും. ഈ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫൈറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കണേ. തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. അറ്റ്ലീസ്റ്റ് ആ മറുഭാഗത്ത് മറ്റാളെ അവൈലബിൾ ആണല്ലോ. നമുക്ക് എന്തെങ്കിലും തല്ലുകൂടി നിൽക്കുമ്പോ അയാൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലാണ്. പെട്ടെന്ന് അയാൾ സൈലന്റ് ആയിട്ട്, കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ട് പോകുന്നത് ഒരുപക്ഷെ മറുഭാഗത്തുള്ള ആൾ ആലോചിക്കണത് പ്രശ്നം തീരുമ്പോ വരാം, കുറച്ച് സമയം എടുത്തിട്ട് ആ സമാധാനമാകുമ്പോ വരാം എന്നൊക്കെ ആയിരിക്കും മറുഭാഗത്തുള്ള ആൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ഈ സൈലന്റ് ആയിട്ട് അവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോ ഈ ആൾക്ക് കിട്ടുന്ന ഫീൽ എന്താണെന്നറിയോ? ഞാനില്ലെങ്കിലും അവന് കുഴപ്പമൊന്നുമില്ല, ഞാനില്ലാണ്ട് അവൻ ഇത്ര അധികം സമയം വെറുതെ ഇരുന്നില്ലേ, ഞാൻ അവനെ സംബന്ധിച്ച് വെറും ഒരു ഓപ്ഷൻ മാത്രമാണെന്നുള്ളൊരു ഫീലാണ് കിട്ടുക. അപ്പൊ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സൈലന്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സീനിൽ നിന്ന് പോവാതെ പറയാനുള്ള പ്രശ്നങ്ങൾ, ഒരു പക്ഷെ പ്രശ്നം പറഞ്ഞ് കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കണേ. എവിടെ ഒരു സൈലൻസ് വരുന്നോ അവിടെ ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പതുക്കെ ഫെയ്ഡ് ഔട്ട് ആയി പോകും.